ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. എന്താ എല്ലാവരും വിശേഷിച്ചതാണെന്ന് വിചാരിക്കണം. കുരങ്ങന്മാർ പോയി താഴത്തേക്ക് പോയി പൂച്ച ഉണ്ടോ കിടക്കുന്നു, കാടൻ പൂച്ച. അപ്പോൾ ഞാൻ എന്താ ഇന്നലെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിയില്ല അവിടെയും, അതൊന്ന് പോട്ടെ. അവൻ്റെ കേട്ടോ നമുക്ക് മലരേ ഇങ്ങോട്ട് ചാടിയുണ്ട് പൊളിച്ചിട്ടുണ്ട്. ഹലോ, അപ്പം അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞാൽ ഒരു കഥയാണ്. ഇന്നലെ ഞാൻ വീഡിയോ കാണുമ്പോൾ എൻ്റെ നമ്പർ ഏതായാലും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു സമയത്ത് അതവിടെ പൊട്ടിയില്ലേ, പൊട്ടിയതല്ലേ അത് കുരങ്ങന്മാർ കുടിച്ചത്, പൊട്ടിയതാ. ഓട്ടം ഉണ്ടോ അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്നലെ അങ്ങനെ ഒരാൾ വിളിക്കേണ്ടായിട്ടോ. എൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ സ്റ്റോറിയൊക്കെ പറഞ്ഞത് ഞാൻ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ഇങ്ങനെ നമ്മൾ വീഡിയോ കാണുന്ന ആൾ നമ്മളെ വിളിച്ചപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ ഓരോ ടോപ്പിക്ക് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായില്ല. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ച സമയത്ത് എന്നോട് കുറച്ച് വിഷമകരമായിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 19 വർഷമായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഉടനെയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം കുറച്ച് പ്രാവശ്യം മക്കൾ ഉണ്ടാവാൻ കുറച്ച് വൈകി ആയിട്ടായ സമയത്ത് എൻ്റെ ഇടയിൽ 3 മക്കളാണ്, 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളാണ് ഇവിടെ. അപ്പോൾ ആ സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് വൈകിട്ടാണ് ഒരു ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് വിശേഷം ഉണ്ടായിട്ടുള്ളതെന്നാണ്. അനിയൻ്റെതും ഇവരതും ഒപ്പമാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് അനിയൻ്റെ വൈഫ് 1 വർഷമായപ്പോഴേക്കും ഗർഭിണിയായി ഉണ്ടായിരുന്നു. വർഷമായപ്പോഴേക്കും കുട്ടിയായിരുന്നു പറഞ്ഞത്. ആ സമയത്ത് എനിക്ക് കൂടുതലായിട്ട് സംസാരിക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ മക്കൾ ചെറുതാണല്ലേ. അപ്പോൾ ഞാൻ നോക്കിയിട്ടോ പറഞ്ഞാൽ കുറച്ച് അത് ആയിക്കോട്ടെ ഏട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പേടിക്കുന്നു വേണ്ട കേട്ടോ. എല്ലാ ലൈഫിലുള്ളതാണെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ആൾ ഈ വീഡിയോ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു ഇങ്ങനെ ഓരോ കുത്തുവാക്കുകൾ, ഇങ്ങനെ മക്കളില്ലാത്ത കുട്ടികളുണ്ടാവാൻ വൈകി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കുത്തുവാക്കുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടൊക്കെ. അപ്പോൾ ഞാൻ പറയാം ലൈഫിൽ ഇതൊരു ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഉള്ളൊരു പ്രശ്നമാണ് കുട്ടി ഉണ്ടാവാൻ വൈകുക എന്നുള്ളൊരു ഇത്. ഇപ്പം എനിക്ക് വൈകിയുള്ള ആളാണ് കേട്ടോ. അതിന് ഇവിടുത്തെ അമ്മ അങ്ങനത്തെ കുത്തുവാക്കുകൾ കാര്യങ്ങളൊന്നും പറയാൻ നിന്നിട്ടില്ല കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇവിടുത്തെ അമ്മയ്ക്ക് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്തോക്കി പറയും, ഞാനും മുഖത്തോക്കി പറയും. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള പുറത്തേക്ക് ആ ടൈപ്പുള്ള സ്വഭാവമുള്ള ആളുകളായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ പറയും. ഇത് മൂത്തച്ചിയാണെങ്കിലും ഒരു ജാതി സ്വഭാവമുള്ള ആളാണ്. അതുപോലെ തന്നെ ഇളയച്ചിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം നോക്കും തന്നെ ഒരു അഹങ്കാരമുള്ളൊരു പോലെയുള്ളൊരു മൈൻഡായിരുന്നു അത്രേ. അത് അനുഭവിച്ചവർക്കേ അറിയാവുള്ളൂ അതിൻ്റെ ഒരു വേദന. എനിക്കിപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരു കഥ ആയിട്ടല്ല, ഒരുപാട് ഫ്രണ്ട്സുകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് തന്നെ ഇല്ലാത്ത സമയത്ത് ഞാൻ അനുഭവിച്ച ഓരോ ഡിപ്രഷനായിട്ടുള്ളൊരു അത്രയ്ക്കും ഒരു മേഖലയിലാണ്. അത്ര ആയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ചിന്തിക്കും, ഞാൻ അങ്ങനെ ആയല്ലോ എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് ഇങ്ങനെ കുട്ടീനെയൊക്കെ എടുക്കുമ്പോൾ വേഗം എടുത്ത് കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അത്ര ആൾ.
അപ്പോൾ ഞാൻ പറയാം ഇങ്ങനെ എൻ്റെ ഇപ്പോൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടോ. നമ്മൾ ഈ ലോകത്തെ നമ്മൾ പിറന്ന് വീണത് നമ്മളെ പഠിച്ചവന് ഇപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഏത് മതത്തിലായാലും ദൈവമാണെങ്കിലും എന്ത് പഠിച്ചവനായാലും ആരാണെങ്കിലും നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ തന്നെ നല്ല സ്നേഹത്തോടെ എല്ലാവരും കൊണ്ടുപോകുക എന്നുള്ളതാണ് മനുഷ്യജന്മം തന്നിട്ടുള്ള ബുദ്ധിയും കയ്യും കാലും ഒക്കെ ഉണ്ട്. പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചവർക്ക്. അതില്ലാത്ത ആളുകൾ എത്രയോ മനുഷ്യ സ്നേഹത്തെ കാണുന്ന ആളുകളുണ്ടെന്നോ. തനിക്ക് അതിന് കഴിയില്ലെങ്കിലും ഉള്ള കയ്യിൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന എത്രയോ ആളുകളുണ്ട് പറഞ്ഞാൽ എത്രയോ ആളുകളുണ്ടെന്നോ. അപ്പം നിങ്ങൾ മാക്സിമം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ബെറ്ററായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരാൾ പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ ആ വീഡിയോയിൽ തന്നെ ഇട്ട സമയത്ത് ഇങ്ങനെ ആളുകളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ആളുകൾക്ക് ആ ഒരു ടച്ച് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ ആ ഒരു കഥ പറഞ്ഞത്. അതുപോലെ തന്നെ അമ്മായിയമ്മ ഇന്ത്യയിൽ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കാണിച്ചു കൊടുക്കലും കൊണ്ടുപോയി കൊടുക്കലും ഒക്കെ ഓർക്കാണ്. ഇവളെ ഒരു വേറിട്ടൊരു കാണൽ. ഇത് മൂന്നാമത്തെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരു വേറെ കാണലാട്ടോ. ഒരു വേറെ കാണലൊക്കെ ആ ഒരു സമയത്ത് അനുഭവിക്കുമ്പോൾ എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവില്ലേ ഭഗവാനെ. അങ്ങനെ ആരും അനുഭവിക്കാത്തവരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണേ. അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇവിടെ ഞാൻ ആ ഒരു മരുമോളുള്ളൂ. ഗുണം ഉണ്ടെങ്കിലും ദോഷം ഉണ്ടെങ്കിലും ഒക്കെ മകനെ ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. മറിച്ച് ഇങ്ങനെ ആലോചിച്ചൊക്കെ ആ ഇടയിൽ കിടന്നിട്ട് മറ്റുള്ളവരെ കെയർ ചെയ്യലും ഇവിടെ താഴ്ത്തി കെട്ടലും ഒക്കെ ഉള്ളൊരിത് കാണുമ്പോൾ അത്രമാത്രം വിഷമം ഉണ്ടാവില്ലേ. അങ്ങനെയും ചിന്തിച്ച് പോയി ഇങ്ങനെയും വൃത്തിയായിട്ട് ജന്മമായിട്ടുള്ള ഓരോ മനുഷ്യന്മാരും ഈ ലോകത്തുണ്ട്. ആ മനുഷ്യത്വമില്ലായ്മ എന്ന് മാറണോ അന്ന് നന്നാവും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇല്ലാത്തവരും നന്നാവും പോകണമെന്നല്ല കേട്ടോ. ലോകാവസാനം വരികയാണ്. കാരണം കേമങ്ങൾ മുസ്ലിംസിൻ്റെ ഇതിൽ പറയുന്ന കേമ നാളെടുത്ത്. കാരണം സമൂഹത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ആരോടെങ്കിലൊക്കെ കീറുണ്ടെങ്കിൽ അടിക്കുക കൊല്ലുക വെട്ടുക, അടിക്കുക കൊല്ലുക വെട്ടുക. ഇതാണ് സമൂഹത്തിൽ മെയിൻ പ്രശ്നം. അപ്പോൾ നല്ലവരായിട്ട് ചിന്തിക്കാനും നല്ല കഴിവും ബോധവും ഒക്കെ ആയിട്ടുള്ളത് പ്രാർത്ഥിക്കുക. നമുക്ക് എണീക്കുമ്പോൾ തന്നെ പറയാം ആരോടും ഒരു ദേഷ്യവും ഒരു പ്രത്യേകിച്ച് വെറുപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളത് കഴിവ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് മനസ്സിലായോ? ആരെയും വെറുപ്പിക്കാണ്ട് ഒക്കെ ലൈഫിൽ ഇപ്പം ഞാനും നിങ്ങളും വേറുള്ളവരൊക്കെ നമ്മളെ വീട്ടിൽ കയറി വരുന്നവരൊക്കെ എന്താണ് നാത്തുമാരാണെങ്കിൽ നാത്തുമാരുടേതായ കുറ്റമുള്ളവരുണ്ടാവും. മുത്തശ്ശികളാണെങ്കിൽ അതിനും കുയിന്തുള്ള ടീമാരുണ്ടാവും. എല്ലാവരും വിചാരിക്കേണ്ട കാര്യം ഞാനും അവരും ഒക്കെ ഓരോ വീട്ടിലേക്ക് പോകേണ്ട ആളുകളാണ്. വീട്ടിലേക്ക് വന്ന് കയറിയ ആളുകളാണ്. എല്ലാവരും പരിഗണിക്കാൻ പഠിക്കാം. എന്നാൽ ലോകം നന്നാവും. ഇത് കണ്ടാൽ നമ്മൾ മക്കൾ വളരുക. അതുകൊണ്ട് വിശേഷമില്ലാത്ത ആളുകളൊന്നും പേടിക്കുന്നു വേണ്ട കേട്ടോ. നല്ല രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മക്കളെ കിട്ടി. എനിക്കൊക്കെ 3 ആളായി ഇപ്പോൾ എല്ലാവരോടും ഇതുവരെ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പരും. താങ്ക് യു ഫോർ വാച്ചിങ്.